എന്തുകൊണ്ടാണ് ഈ സോഷ്യലൈസേഷനും സൗഹൃദ കൂട്ടായ്മകളിലും ഒക്കെ സീനിയേഴ്സ് നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് പറയുന്നത്? കാരണം 50-55 വയസ്സൊക്കെ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് റിട്ടയർമെന്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സോഷ്യൽ സർക്കിൾ നന്നായിട്ട് ചെറുതാവുകയാണ് അല്ലേ. പിന്നെ നമ്മൾ പുറത്ത് പോകുന്നത് കുറയും, ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കുറയും. പിന്നെ ഒരു ജോയിന്റ് ഫാമിലിയിലല്ല താമസിക്കുന്നതെങ്കിൽ, വീട്ടിൽ കുടുംബാംഗങ്ങൾ ആരുമില്ലെങ്കിൽ പതിയെ പതിയെ അതൊരു ലോൺലിനെസ്സിലേക്കും ഒറ്റപ്പെടലിലേക്കും പിന്നെ അത് ഡിപ്രഷനിലേക്കും, ഇതെല്ലാം പതിയെ ഡിമെൻഷ്യ എന്നൊരവസ്ഥയിലേക്കുള്ള റിസ്ക് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഡിമെൻഷ്യയുടെ റിസ്ക് കുറയ്ക്കുന്ന 14 ഫാക്ടേഴ്സിൽ ഒന്നാണ് സോഷ്യലൈസേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, സീനിയേഴ്സ് ക്ലബ് ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് നടത്തുന്ന സീനിയേഴ്സ് ആക്ടിവിറ്റീസ്, ഇവന്റ്സ്, റെക്രിയേഷണൽ ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് അത്രയും പേരുമായിട്ട് സംസാരിക്കുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ചിലപ്പോൾ പാട്ട് പാടുന്നു, റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, സെറട്ടോണിൻ, ഡോപ്പമിൻ, ഇതെല്ലാം റിലീസ് ചെയ്യും. അത് ഓവറോൾ നമ്മുടെ മൂഡ് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് കുറയും. ഇതൊക്കെ ഹാപ്പി ഹോർമോൺസ് ആണ് പറയുന്നത്. അപ്പൊ അത് മൊത്തത്തിൽ നമ്മുടെ ബോഡിയുടെ ഹോൾ വെൽബീയിങ്ങിന് നല്ലതാണ്. അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് ഡിമെൻഷ്യ, അൾസൈമേഴ്സ് തുടങ്ങിയ കണ്ടീഷൻസ് വരാനുള്ള റിസ്ക് കുറയ്ക്കും എന്ന് പല റിസർച്ച് സ്റ്റഡീസും പറയുന്നുണ്ട്. എല്ലാ സീനിയേഴ്സിനോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ സോഷ്യലി ആക്റ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ്, സൗഹൃദ കൂട്ടായ്മകളും സീനിയേഴ്സ് ക്ലബ്ബുകളും ഒക്കെ ഉണ്ടാവും. അത് കണ്ടെത്തി അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെയധികം നമ്മളുടെ ബ്രെയിൻ ഹെൽത്തിനും ഓവറോൾ നമ്മുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും ബെനിഫിഷ്യലാണ്. പിന്നെ മക്കളും കൊച്ചുമക്കളും നിങ്ങളുടെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്, സോഷ്യലൈസ് ചെയ്യുന്നില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടുപിടിച്ച് അവരെ കൺവിൻസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുക.